മ്യൂച്വൽ ഫണ്ട്സ് എല്ലാ മാസം അവരുടെ പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് ഡിസ്ക്ലോസ് ചെയ്യും. അതുപോലെ ഈ ഒരു ഫാക്ട് ഷീറ്റിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ക്ലൂ ഉണ്ട്. ഫണ്ട് മാനേജേഴ്സ് ഏതൊക്കെ സ്റ്റോക്സ് ആണ് ഫ്രഷ് ആയിട്ട് വാങ്ങുന്നത്, അതിൽ ഏതിലൊക്കെയാണ് അവരുടെ സ്റ്റേക്ക് കൂട്ടുന്നതെന്ന്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ഈ അടുത്ത് വാങ്ങിയത് അല്ലെങ്കിൽ അവർ സ്റ്റേക്ക് കൂട്ടിയ കമ്പനീസ് ആയിരിക്കും നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുകയല്ല നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഫണ്ട് സെലക്ഷൻ ആയിട്ട് നമ്മൾ ആദ്യം ഹൈ ഗ്രോത്ത് കാറ്റഗറീസ് ആയ സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, അതുപോലെ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് നമ്മളിവിടെ അനലൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് നമ്മളിവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിൽ നിഫ്റ്റി 50 വെറും 6.9% CAGR മാത്രമാണ് നൽകിയേക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഫണ്ട്സ് ലൈക്ക് ഇപ്പോൾ ഹീലിയോസ് ഫ്ലെക്സി ക്യാപ്, ബന്ധൻ സ്മോൾ ക്യാപ്, അതുപോലെ മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് ഈ ടേബിളിൽ കാണുന്ന പോലെ നിഫ്റ്റി 50 അതുപോലെ അവർ കാറ്റഗറി ആവറേജിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫണ്ടുകൾ സെലക്ട് ചെയ്തതിനു ശേഷം കഴിഞ്ഞ 3-4 മാസത്തെ ഫാക്ട് ഷീറ്റ് കമ്പയർ ചെയ്തു. അതിനുശേഷം ഈ അടുത്ത മാസങ്ങളിൽ അലോക്കേഷൻ നല്ലപോലെ കൂടിയ സ്റ്റോക്സ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള 5 കമ്പനീസ് നമ്മളിവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഏതൊക്കെയാണ് ആ കമ്പനികൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ സ്പേസിലൊരു ഡിജിറ്റൽ ഫസ്റ്റ് പ്ലെയർ ആണ്. ഇപ്പം കമ്പനി ഓഫ്ലൈൻ എക്സ്പാൻഷൻ, ക്വിക്ക് കൊമേഴ്സ്, അക്വിസിഷൻസിലൂടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പൊ അതാണ് ഹൊനാസ കൺസ്യൂമർ. ജൂൺ 2026 ഫാക്ട് ഷീറ്റ് പ്രകാരം ഹീലിയോസ് ഫ്ലെക്സിക്ക ഫണ്ട് അവരുടെ AUM-ന്റെ 1.02% ഹൊനാസ കൺസ്യൂമറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പൊ കമ്പനി അടുത്ത 5 വർഷത്തേക്ക് ഡബിൾ ഡിജിറ്റ് റവന്യൂ CAGR ഗൈഡൻസ് ആണ് നൽകിയേക്കുന്നത്. ഇപ്പൊ 2031 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 5500 കോടി മറികടക്കാനാണ് ഈ ഒരു കമ്പനിയുടെ വിഷൻ. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് അടുത്ത 5 വർഷത്തിൽ ഏകദേശം 18%-ലധികം CAGR ആണ്. അപ്പൊ ഈ ഒരു ഗൈഡൻസ് നമ്മളിവിടെ മോണിറ്റർ ചെയ്യേണ്ട മെയിൻ കാര്യം തന്നെയാണ്. അതേസമയത്ത് കമ്പനിയുടെ എബിറ്റ ഗൈഡൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. 2026 ഫൈനാൻഷ്യലിൽ 10% നിന്ന് 2031 ഫൈനാൻഷ്യലിൽ 15%. എന്നാൽ ഇവിടുത്തെ 5 ഇയർ മാർജിൻ ടാർഗറ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സ്ട്രോങ് കമ്പനികൾ നോർമൽ ലോങ് ടേം ടാർഗറ്റ്സിനേക്കാളും നിയർ ടേം എക്സിക്യൂഷനെ കുറിച്ചാണ് കൂടുതൽ ക്ലിയർ ഗൈഡൻസ് നൽകാറുള്ളത്. അവരുടെ ബിസിനസ് മോഡൽ ഹൗസ് ഓഫ് ബ്രാൻഡ് സ്ട്രാറ്റജിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ ഇവിടെ മാമ എർത്ത്, ദ ഡെർമാക്കോ, അക്വലോജിക്ക പോലെയുള്ള ബ്രാൻഡ്സ് വഴി ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയറിലെ ഡിഫറെന്റ് കസ്റ്റമർ നീഡ്സ് കമ്പനിയുടെ അഡ്രസ് ചെയ്യും. അപ്പൊ കമ്പനി ആദ്യം പ്രൊഡക്ട്സ് ഡയറക്റ്റ് ആയി കസ്റ്റമേഴ്സിന് വിൽക്കുന്ന D2C മോഡൽ ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം അവർ ജനറൽ ട്രേഡ്, ക്വിക്ക് കൊമേഴ്സ് എന്ന ചാനലിലും കമ്പനി അതിവേഗം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ സെയിൽസ് 2 ഇരട്ടി ഇവിടെ വളർന്നു. കൂടാതെ കമ്പനി നെറ്റ് ലോസിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റിലേക്ക് ഒരു ടേൺ അറൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2025 ഫൈനാൻഷ്യലിന്റെ പുറകിലെ വീക്ക് ഗ്രോത്തിന്റെ കാരണം പ്രൊജക്ട് നീവ് ആയിരുന്നു. ഓഫ്ലൈൻ ഡിസ്ട്രിബ്യൂഷൻ റീവാമിന്റെ സമയത്ത് പഴയ ചാനലിൽ ഒരുപാട് അൺസോൾഡ് ഇൻവെന്ററീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കാരണം കമ്പനിക്ക് സെയിൽസ് റിവേഴ്സൽ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വൺ ടൈം ക്ലീനപ്പ് കാരണം 2025 ഫൈനാൻഷ്യൽ റവന്യൂ ഗ്രോത്ത് 7.66% മാത്രമായിരുന്നു. അതുപോലെ ഓപ്പറേറ്റിംഗ് മാർജിൻ 3%-ലേക്ക് ഇവിടെ ഡിക്ലൈൻ ആയി. എന്നാൽ ഈ ഒരു ക്ലീനപ്പ് ഒരിക്കൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ 2026 ഫൈനാൻഷ്യലിൽ മാർജിൻ 10%-ലേക്ക് ബൗൺസ് ബാക്ക് ചെയ്തു. ഇവിടുത്തെ റിസ്ക് എന്താന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ആയിട്ട് തേർഡ് പാർട്ടി മാനുഫാക്ചറിനെ ആശ്രയിക്കുന്നുണ്ട്. ഇവിടെ സിംഗിൾ സോഴ്സ് അല്ലെങ്കിൽ ഒരേ ലൊക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത മാനുഫാക്ചേഴ്സിൽ എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ സപ്ലൈ ചെയിനെയും റവന്യൂവിനെയും ബാധിക്കാം അവിടെ. ഇനിയിപ്പം രണ്ടാമത്തെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ അഡ്വർടൈസിംഗിലേക്ക് ചെലവാക്കുന്നത് വളരെ കൂടുതലാണ്. ഇപ്പം കഴിഞ്ഞ 3 വർഷത്തിൽ അഡ്വർടൈസിംഗ് എക്സ്പെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂവിന്റെ ഏകദേശം 35% ഇത് വന്നിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു ഇക്കണോമിക് സ്ലോ ഡൗണോ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് പ്രതീക്ഷിച്ച പോലെ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ മാർജിനിൽ പ്രഷർ ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. സോ ഇവിടുത്തെ മെയിൻ പോയിന്റ്സ് ഇതാണ്. ഫണ്ടുകളുടെ എൻട്രി, മാർജിൻ റിക്കവറി, 5500 കോടിയുടെ റവന്യൂ വിഷൻ എല്ലാം ഹൊനാൻസിനെ ഒരു ഇൻട്രസ്റ്റിംഗ് കമ്പനി ആക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്ലാൻസ് എല്ലാം എത്ര നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യും, അഡ്വർടൈസിംഗിലേക്ക് അവർ എത്ര ചെലവാക്കും, അതുപോലെ പ്രൊഡക്ഷന് തേർഡ് പാർട്ടി മാനുഫാക്ചറേഴ്സിനെ എത്ര അവർ ആശ്രയിക്കും, ഇതൊക്കെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളോട് മോണിറ്റർ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങളായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കമ്പനി ജ്വല്ലറി ഷോറൂംസ് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. പകരം കാരാറ്റ് ലെയ്ൻ, കല്യാൺ ജ്വല്ലേഴ്സ് പോലുള്ള വലിയ ബ്രാൻഡ്സിന് വേണ്ടി ബാക്ക് എൻഡിൽ ജ്വല്ലറി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ അതാണ് സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ലിമിറ്റഡ്. മെയ് 2026 ഫാക്ട് ഷീറ്റ് പ്രകാരം അവരുടെ AUM-ന്റെ 0.96% കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കമ്പനിയിലേക്കുള്ള ഒരു പുതിയ എൻട്രിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ബിസിനസ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ സ്കൈ ഗോൾഡ് ഒരു പ്യുവർ B2B ജ്വല്ലറി മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അപ്പൊ ഇവർ ലൈറ്റ് വെയിറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ഡിസൈൻ അതിൽ മാനുഫാക്ചർ ചെയ്യും. മെയിൻലി വലിയ ജ്വല്ലേഴ്സിനായിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ സെയിൽസ് 8 ഇരട്ടി കൂടിയിട്ടുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 16 ഇരട്ടി ഇവിടെ വളർന്നിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ഗ്രോത്ത് സെയിൽസ് ഗ്രോത്തിനേക്കാളും കൂടുതലായിരുന്നു ഇവിടെ. കാരണം കഴിഞ്ഞ 5 വർഷത്തിൽ മാർജിൻ 2 ഇരട്ടിയിലധികം ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്യാഷ് ഫ്ലോ പിക്ചർ ഇവിടെ വീക്ക് ആയിട്ട് തന്നെ നിന്നു. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിക്ക് അവരുടെ പ്രോഫിറ്റ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിഞ്ഞിട്ടില്ല. അതിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കൺസിസ്റ്റന്റ്ലി നെഗറ്റീവ് ആയിട്ട് തന്നെ ഇവിടെ നിന്നു. അപ്പൊ ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ സെയിൽസ് ഗ്രോത്ത് ഏകദേശം 75% ഇവിടെയായിരുന്നു.
എന്നാൽ ഇൻവെന്ററി അതിൽ റിസീവബിൾ ഗ്രോത്ത് 100% കൂടുതലായിരുന്നു. കൂടാതെ 2025 ഫൈനാൻഷ്യലിൽ 6 മാസത്തിലധികം ഓവർഡ്യൂ ആയിട്ടുള്ള റിസീവബിൾസും ഏകദേശം 4 ഇരട്ടിയോളം ഇവിടെ കൂടി. 2026 ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെന്ററി അതുപോലെ റിസീവബിൾ സൈക്കിൾ നമ്മളോട് ക്ലോസ് ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യണം. ഇനി നമുക്ക് മാനേജ്മെന്റ് ഗൈഡൻസ് നമുക്ക് നോക്കാം. ഇപ്പൊ 2027 ഫൈനാൻഷ്യലോടെ മാനേജ്മെന്റ് റവന്യൂല് 8100 കോടിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ലോങ് ടേം വിഷൻ 2030 ഫൈനാൻഷ്യലോടെ 18,000 മുതൽ 19,000 കോടി നേടാനാണ്. ഈ ഒരു ഗൈഡൻസ് പ്രകാരം 2026 ഫൈനാൻഷ്യൽ മുതൽ 2030 ഫൈനാൻഷ്യൽ വരെ റവന്യൂ CAGR ഏകദേശം 30% വരും. ഇവിടെ ഗ്രോത്ത് ഗൈഡൻസ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട മെയിൻ കാര്യമായിട്ട് തന്നെ ഇവിടെ നിൽക്കും. ഇപ്പൊ ബാലൻസ് ഷീറ്റ് സൈഡിൽ 2027 ഫൈനാൻഷ്യൽ കമ്പനി ലാൻഡ് സെയിൽ അതിൽ ഓപ്പറേഷണൽ ഇംപ്രൂവ്മെന്റ്സ് വഴി നെറ്റ് ഡെറ്റ് 50% കുറയ്ക്കാനാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും മാനേജ്മെന്റ് പ്ലാൻ കമ്പനി കംപ്ലീറ്റ്ലി ഡെറ്റ് ഫ്രീ ആക്കുക എന്നുള്ളതാണ്. കൂടാതെ മാനേജ്മെന്റ് മെൻഷൻ ചെയ്തുകൊണ്ട് 2026 ഫൈനാൻഷ്യൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ബ്രേക്ക് ഇവന്റെ അടുത്താണെന്ന്. അതിൽ 2027 ഫൈനാൻഷ്യൽ മുതൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന അവർ ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഇംപ്രൂവ്മെന്റ് എവിടെ നിന്നാണ് വരാൻ സാധ്യത എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ കമ്പനിക്ക് അഡ്വാൻസ് ഗോൾഡ് എന്നൊരു ബിസിനസ് മോഡൽ ഉണ്ട്. അപ്പൊ ഇതിൽ ക്ലയൻസ് ഗോൾഡ് മുൻകൂട്ടി ഇവിടെ നൽകും. അപ്പൊ ഇവിടെ സ്കൈ ഗോൾഡ് ചാർജ് ചെയ്യുന്നത് മേക്കിംഗ് ചാർജ് മാത്രമാണ്. അപ്പൊ ഇത് ഇൻവെന്ററി റിസ്ക് കുറയ്ക്കുകയും അതിൽ ക്യാപിറ്റലിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ 2026 ഫൈനാൻഷ്യല് അഡ്വാൻസ് ഗോൾഡ് ബിസിനസ് മിക്സ് 11.5% 2030 ഫൈനാൻഷ്യലോടെ കമ്പനി ഈ ഒരു സെഗ്മെന്റ് ഷെയർ 30% കൂട്ടാനാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇവിടെ കമ്പനിയുടെ റിസ്ക് എന്താന്ന് വെച്ചാൽ ഗോൾഡ് ഇൻഡസ്ട്രിയിൽ റെഗുലേഷൻസും ഇമ്പോർട്ട് ഡ്യൂട്ടീസും വലിയ ഇമ്പാക്ട് ഉണ്ട്. ഇവിടെ ഇപ്പം ഇമ്പോർട്ട് ഡ്യൂട്ടി പെട്ടെന്ന് കുറഞ്ഞാൽ കമ്പനിയുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഇൻവെന്ററിക്ക് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിവിടെ ചുരുക്കി പറഞ്ഞ സ്കൈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ബൈങ് 30% റവന്യൂ CAGR ഗൈഡൻസ് അഡ്വാൻസ് ഗോൾഡ് മോഡൽ എല്ലാം കമ്പനിയുടെ പോസിറ്റീവ്സ് തന്നെയാണ്. എന്നാൽ ക്യാഷ് ഫ്ലോ എത്ര നന്നായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഡെറ്റ് എത്ര കുറയ്ക്കുന്നു, അതിൽ കസ്റ്റമർ കോൺസെൻട്രേഷനിൽ നമ്മളിവിടെ മോണിറ്റർ ചെയ്യേണ്ട മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ അടുത്ത കമ്പനി ഇന്ത്യൻ സോളാർ മാനുഫാക്ചറിംഗ് സ്പേസിൽ ഒരു മെയിൻ പ്ലെയർ ആണ്. അപ്പൊ അതാണ് പ്രീമിയർ എനർജീസ്. ഈ അടുത്ത് മ്യൂച്വൽ ഫണ്ട് ആക്ടിവിറ്റിയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് മാർച്ച് 2026 AUMന്റെ 1.1% കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അത് മെയ് 2026 2.1% കൂട്ടി. അപ്പൊ ബിസിനസ് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ രാജസ്ഥാനിൽ ഒരു ഗവൺമെന്റ് യൂട്ടിലിറ്റി 100 മെഗാവാട്ട് സോളാർ പ്ലാന്റ് നിർമ്മിക്കുക നിങ്ങൾ കരുതുക. അപ്പൊ ഈ ഒരു പ്രൊജക്ടിന് ഹൈ എഫിഷ്യൻസി സോളാർ മൊഡ്യൂൾസ്, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ്, കൃത്യമായിട്ടുള്ള ഡെലിവറി ടൈം ലൈൻസ് എല്ലാം ആവശ്യമാണ്. അപ്പൊ ഇവിടെയാണ് പ്രീമിയർ എനർജീസിന്റെ റോൾ വരുന്നത്. അപ്പൊ കമ്പനി മെയിൻലി 2 പ്രോജക്ട്സ് ആണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. സോളാർ സെൽസ്, അതായത് സോളാർ പാനലിന്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഭാഗം, അതിൽ സോളാർ മൊഡ്യൂൾസ്, അതായത് ഫിനിഷ് സോളാർ പാനൽസ്. ഇപ്പൊ ജൂൺ 2026 പ്രകാരം ഇന്ത്യയുടെ ഇൻസ്റ്റോൾഡ് സോളാർ ബേസ് ഏകദേശം 162 ഗിഗാവാട്ട് ആയിരുന്നു. 2030 ടാർഗറ്റ് ചെയ്യുന്ന ഏകദേശം 280 ഗിഗാവാട്ട് ആണ്. എന്നാൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇന്ത്യയിൽ ആനുവൽ സോളാർ ഇൻസ്റ്റലേഷൻ ഏകദേശം 45 ഗിഗാവാട്ട് ആണ്. എന്നാൽ മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഏകദേശം 162 ഗിഗാവാട്ട് ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇൻഡസ്ട്രി ഇപ്പോൾ കപ്പാസിറ്റി ഷോർട്ടേജ് ഫേസിൽ നിന്ന് ഫേസ് ഓഫ് യൂട്ടിലൈസേഷൻ, കോസ്റ്റ് എഫിഷ്യൻസി, അതിൽ ക്വാളിറ്റി ബേസ്ഡ് കോമ്പറ്റീഷനിലേക്ക് മാറുവാണെന്നാണ്. പ്രീമിയറിന്റെ മൊഡ്യൂൾ കപ്പാസിറ്റി ഏകദേശം 11.1 ഗിഗാവാട്ട് ആയിരുന്നു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഏകദേശം 6.5% കപ്പാസിറ്റി ഷെയർ ആണ്. ഫൈനാൻഷ്യൽസ് നല്ല സ്ട്രോങ് ആയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനി ഏകദേശം 62% സെയിൽസ് CAGR, അതിൽ 133% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ കാരണം ഹൈ മാർജിൻ DCR, അതായത് ഡൊമസ്റ്റിക് കോണ്ടന്റ് റിക്വയർമെന്റ് മൊഡ്യൂൾസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഗവൺമെന്റ് ലിങ്ക് പ്രോജക്ട്സിൽ ഈ DCR മൊഡ്യൂൾസിന് പ്രീമിയം പ്രൈസിംഗ് ലഭിക്കും. ഗ്രോത്ത് ക്യാപിറ്റൽ ഹെവി ആണ്. ഇപ്പൊ മിഷൻ 2028 കീഴിൽ കമ്പനി ഏകദേശം 12,500 കോടി ക്യാപെക്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനായിട്ട് ബോറോയിങ്സ് നല്ലപോലെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇൻട്രസ്റ്റ് കോസ്റ്റ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഡെറ്റ് ഇക്വിറ്റി കൂടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇൻട്രസ്റ്റ് കവറേജ് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ തോന്നുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം കൺസ്ട്രക്ഷൻ ലോൺസിന്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നതിന് പകരം ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസിൽ ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണ്. ഇത് നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫുൾ ഇൻട്രസ്റ്റ് ബർഡൻ നിലവിലെ P&L വിസിബിൾ അല്ല. എന്നാൽ പുതിയ പ്രൊഡക്ഷൻ ലൈൻ കമ്മീഷൻ ചെയ്ത് ഓപ്പറേഷണൽ ആകുന്ന ഉടനെ ഈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് P&L അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2225 കോടി ലോണിന് 9.5% ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ആനുവൽ ഇൻട്രസ്റ്റ് വരുന്ന ഏകദേശം 211 കോടിയാകും. അപ്പൊ ഇത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 15%. ക്യാഷ് ഫ്ലോ സൈഡും പ്രഷറിലാണ്. 2026 ഫൈനാൻഷ്യൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏകദേശം 53% ആയിരുന്നു. അതിൽ ഇൻവെന്ററി ബിൽഡപ്പ് കാരണം ഇത് വളരെ വോളറ്റൈൽ ആയിരുന്നു. കൂടാതെ ഗവൺമെന്റ് കോൺട്രാക്ട്സിൽ ഡിപ്പോസിറ്റ്സ് അതുപോലെ ബാങ്ക് ഗ്യാരണ്ടീസും ക്യാഷ് ബ്ലോക്ക് ചെയ്യും. 2025 അതുപോലെ 2026 ഫൈനാൻഷ്യൽ ഇടയ്ക്ക് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഏകദേശം 3x നിന്ന് 2.3x നല്ലപോലെ ഇടിഞ്ഞു. കാരണം കമ്പനി വലിയ ഓർഡേഴ്സും റോ മെറ്റീരിയൽ വോളറ്റിലിറ്റിയും മാനേജ് ചെയ്യാനായിട്ട് ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഗ്രോത്ത് വിസിബിലിറ്റി ഇവിടെ സ്ട്രോങ് ആണ്. ഓർഡർ ബുക്ക് ഏകദേശം 14,000 കോടിയായിരുന്നു. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 2026 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഏകദേശം 1.74x ആണ്. അപ്പൊ മാനേജ്മെന്റ് പ്രകാരം
10,000 കോടിയിലധികം ഓർഡർ ബുക്ക് 2027 ഫൈനാൻഷ്യലി എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ നിലവിൽ വാല്യൂഷൻ പ്രീമിയം കൂടുതലാണ്. EV/EBITDA ബേസിസിൽ പ്രീമിയർ എനർജീസ്, വാരി അതുപോലെ MVനേക്കാളും മേലെയാണ് ട്രേഡ് ചെയ്യുന്നത്. അത് ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഹയർ PE മൾട്ടിപ്പിൾസിലും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇൻവെന്ററി ലെവൽസ്, വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് കോസ്റ്റിലും ക്ലോസ് ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യണം. ഇനി നമ്മുടെ അടുത്ത കമ്പനി 100 വർഷത്തിലധികം ചരിത്രമുള്ള ഒരു ബ്രാൻഡാണ്. അപ്പൊ കമ്പനി ആദ്യം ഇറ്റലിയിൽ ഒരു കേബിൾ കമ്പനി ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ അത് ടയർ ബിസിനസ്സിലേക്ക് മാറി. അതാണ് സിയേറ്റ് ലിമിറ്റഡ്. അപ്പൊ ഈ അടുത്തായിട്ട് ഇൻവെസ്കോ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് കമ്പനിയിൽ അവരുടെ AUM അലോക്കേഷൻ 2026 മാർച്ചിൽ 0.67% ആയിരുന്നു. 2026 മെയ് ആയപ്പോഴേക്കും 1.63% ആയിട്ട് കൂട്ടി. അപ്പൊ ഇവരുടെ ബിസിനസ് വളരെ സിമ്പിൾ ആണ്. സിയേറ്റ് 2 വീലേഴ്സ്, കാർസ്, ട്രക്സ് പോലുള്ള വാഹനങ്ങൾക്ക് വേണ്ടി ടയറുകൾ ഡിസൈൻ, മാനുഫാക്ചർ, ബ്രാൻഡ് അതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ കമ്പനിയുടെ റവന്യൂ മെയിൻലി 3 ചാനൽസ് നിന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ ആദ്യത്തെ റീപ്ലേസ്മെന്റ് മാർക്കറ്റ് ആണ്. ഇത് ഏകദേശം 51% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ OEM സെയിൽസ് ആണ്, അതായത് വെഹിക്കിൾ മാനുഫാക്ചേഴ്സിന് നേരിട്ട് ടയേഴ്സ് സപ്ലൈ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ എക്സ്പോർട്സ് ആണ്. 2026 ഫൈനാൻഷ്യൽ കൺസോളിഡേറ്റഡ് റവന്യൂന്റെ ബേസിൽ റവന്യൂ പ്രോക്സി പ്രകാരം സിയേറ്റ് ഇന്ത്യയിലെ ഏകദേശം 4ാമത്തെ വലിയ ടയർ കമ്പനി ആയിരിക്കാം. അപ്പോൾ നമ്മളിവിടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ സിയേറ്റിന്റെ 5 ഇയർ സെയിൽസ് ഗ്രോത്ത് 16%. അതിൽ പ്രോഫിറ്റ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 10%. എന്നാൽ പ്രോഫിറ്റ് ഗ്രോത്തോട് വോളറ്റൈൽ ആയിട്ടായിരുന്നു നിന്നു. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് മാർജിനും നെറ്റ് മാർജിനും ഫ്ലക്ച്വേഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ടയർ ബിസിനസ് റോ മെറ്റീരിയൽ പ്രൈസ് ആയിട്ട് വളരെയധികം സെൻസിറ്റീവ് ആണ്. നാച്ചുറൽ റബ്ബർ, സിന്തറ്റിക് റബ്ബർ, കാർബൺ ബ്ലാക്ക്, അതുപോലെ കെമിക്കൽസ് റവന്യൂ കോസ്റ്റിന്റെ ഏകദേശം 60 മുതൽ 65% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. സിയേറ്റ് ടയർ പ്രൈസ് കൂട്ടാറുണ്ട്. എന്നാൽ കമ്പനിക്ക് മൊത്തം റോ മെറ്റീരിയൽ കോസ്റ്റ് പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയാറില്ല. OEM കോൺട്രാക്ട്സിൽ പ്രൈസ് റിവിഷൻസ് കുറച്ച് ഡിലേ ആയിട്ടാണ് ഇവിടെ നടക്കാറുള്ളത്. അതുപോലെ റീപ്ലേസ്മെന്റ് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പൊ എക്സെപ്ഷണൽ ഐറ്റംസ് ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റ് എക്സ്പെൻസും മുന്നോട്ടേക്ക് കൂടുന്നത് തന്നെയാണ്. കാരണം കമ്പനി ഇപ്പോൾ വലിയ രീതിയിൽ ക്യാപെക്സ് നടത്തുവാണ്. ഡെറ്റ് ടു ഇക്വിറ്റി 2026 ഫൈനാൻഷ്യലിൽ 0.65x ഇവിടെ കൂടി. അതിൽ ഇൻട്രസ്റ്റ് കവറേജ് ഏകദേശം 3.67x ആണ്. കാരണം ഏർണിംഗ്സിൽ വോളറ്റിലിറ്റി ആണ്. ക്യാഷ് ഫ്ലോ സൈഡിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് കൺസിസ്റ്റന്റ്ലി നെറ്റ് പ്രോഫിറ്റിനേക്കാളും കൂടുതലായിട്ട് തന്നു. മെയിൻലി ഡിപ്രീസിയേഷൻ നോൺ ക്യാഷ് എക്സ്പെൻസ് ആയതുകൊണ്ട്. ഇവിടെ നിയർ ടേമിൽ 2 വീലറും ട്രക്ക്, ബസ് റീപ്ലേസ്മെന്റ് സെഗ്മെന്റിലും ഹൈ സിംഗിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് സിയേറ്റ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പാസഞ്ചർ കാർ റേഡിയൽ ടയർ സെഗ്മെന്റിൽ 3 മുതൽ 5% വരെ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മാർജിൻ റിസ്ക് ഇവിടെ ക്ലിയർ ആണ്. ഇൻപുട്ട് കോസ്റ്റ് 15 മുതൽ 20% ആയിട്ട് ഇവിടെ കൂടാം. അപ്പോൾ സിയേറ്റ് 5% പ്രൈസ് ഹൈക്ക് ഇവിടെ എടുത്തു. എന്നാൽ ഫുൾ കോസ്റ്റ് പാസ് ത്രൂവിന് ഏകദേശം 10% ഹൈക്ക് വേണം. ഈ അണ്ടർ റിക്കവറി എബിറ്റ മാർജിനെ 13% താഴെ കൊണ്ടുവരാം. വാല്യൂഷൻ നോക്കിയാലും ചീപ്പ് എന്ന് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റില്ല. സിയേറ്റ് ഇപ്പോൾ ഏകദേശം 22x PE ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് അപ്പോളോ ടയേഴ്സിനേക്കാളും JK ടയേഴ്സിനേക്കാളും പ്രീമിയം വാല്യൂഷൻ ആണ്. സോ ഇവിടുത്തെ വാല്യൂഷനും മാർജിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ്സ് തന്നെയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഡൊമസ്റ്റിക് ബ്രാൻഡഡ് ഫോർമുലേഷൻ കമ്പനീസിൽ ഒന്നാണ്. അപ്പൊ കഴിഞ്ഞ 9 വർഷമായിട്ട് പ്രിസ്ക്രിപ്ഷന്റെ ബേസിൽ നമ്പർ 1 പൊസിഷൻ കമ്പനി ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ അതാണ് മാൻകൈൻഡ് ഫാർമ ലിമിറ്റഡ്. അപ്പൊ ഈ അടുത്തായിട്ട് നിപ്പോൺ ഇന്ത്യ മിഡ് ക്യാപ് ഫണ്ട് മാൻകൈൻഡ് ഫാർമയിൽ അവരുടെ AUM അലോക്കേഷൻ 2026 മാർച്ചിൽ 1% താഴെയായിരുന്നത് 2026 മെയ് ആയപ്പോഴേക്കും 1.7% വരെ കൂട്ടി. അപ്പൊ ബിസിനസ് സിമ്പിൾ ആണ്. മാൻകൈൻഡ് ഫാർമ മെഡിസിൻസ്, അതുപോലെ കൺസ്യൂമർ ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് ഡെവലപ്പ്, മാനുഫാക്ചർ, മാർക്കറ്റ് അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കമ്പനി ഡോക്ടേഴ്സ്, സ്റ്റോക്കിസ്റ്റ്, ഫാർമസീസ്, ഹോസ്പിറ്റൽസ് അതുപോലെ എക്സ്പോർട്ട് പാർട്ണർ വഴി വിൽക്കും. ഇന്ത്യയിൽ 2026 ഫൈനാൻഷ്യലിൽ ഡൊമസ്റ്റിക് ഫാർമ സെയിൽസ് ഏകദേശം 2.5 ലക്ഷം കോടിയായിരുന്നു. റവന്യൂ പ്രകാരം മാൻകൈൻഡ് ഫാർമയുടെ മാർക്കറ്റ് ഷെയർ ഏകദേശം 5%. കഴിഞ്ഞ 9 വർഷത്തിൽ വോളിയം ബേസിസിൽ കമ്പനി നമ്പർ 2 പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രിസ്ക്രിപ്ഷൻസിൽ നമ്പർ 1 പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ കമ്പനിയുടെ 5 ഇയർ സെയിൽസ് ഗ്രോത്ത് 18% ആയിരുന്നു. അതിൽ പ്രോഫിറ്റ് ഗ്രോത്ത് 11% ആയിരുന്നു. അപ്പോൾ മാർജിൻ ഏകദേശം 25% സ്റ്റേബിൾ ആയിട്ട് നിന്നു. എന്നാൽ പ്രോഫിറ്റ് ഗ്രോത്ത് അത്ര സ്ട്രോങ് ആയിട്ട് ഇവിടെ കണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ക്വാളിറ്റിയിൽ ഒരു ഇമ്പോർട്ടന്റ് ഷിഫ്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ മാൻകൈൻഡ് അതർ ഇൻകം കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലായിരുന്നു. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്നുള്ള റിട്ടേൺസും ഇൻട്രസ്റ്റ് ഇൻകം ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം കമ്പനിയുടെ റിപ്പോർട്ടഡ് പ്രോഫിറ്റ് മെയിൻ ഓപ്പറേഷനിൽ മാത്രമല്ല നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നല്ല രീതിയിൽ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. എന്നാൽ അക്വിസിഷന് വേണ്ടി കമ്പനി സർപ്ലസ് ക്യാഷ് ഇവിടെ യൂസ് ചെയ്യും, ഡെറ്റ് എടുക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതർ ഇൻകം കുറയാനുള്ള സാധ്യത ഇവിടെയുണ്ട്. അതേസമയത്ത് ഇൻട്രസ്റ്റ് കോസ്റ്റിന് കോൺട്രിബ്യൂഷൻ കൂടിയിട്ടുണ്ട്. ഏകദേശം 13,768 കോടി വാല്യൂ ഉള്ള ഭാരത് സിറംസ് ആൻഡ് വാക്സിൻസ് അക്വിസിഷൻ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് സ്ട്രക്ചർ ഇവിടെ മാറ്റി. 2024 ഫൈനാൻഷ്യലിൽ ഡെറ്റ് ടു ഇക്വിറ്റി 0.02x ആയിരുന്നത് 2025 ഫൈനാൻഷ്യലിൽ 0.59x വരെ കൂടി. പിന്നെ 2026 ഫൈനാൻഷ്യലിൽ അത് 0.39x കുറഞ്ഞു. അതിൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 71.6x നിന്ന് 4.65x കുറഞ്ഞു. 3000 കോടിയുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെന്റ്
നോൺ കോർ അസറ്റ് മോണിറ്റൈസേഷൻ, അതിൽ ക്യാഷ് ഫ്ലോ വഴി ഡെറ്റ് കുറയ്ക്കാനായിട്ട് കമ്പനി ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മാനേജ്മെന്റ് ടാർഗറ്റ് 2028 ഫൈനാൻഷ്യലോടെ അക്വിസിഷൻ ഡെറ്റ് ക്ലിയർ ചെയ്യാനാണ്. പക്ഷെ ഇനി മുതൽ ഡെപ്രീസിയേഷൻ എക്സ്പെൻസ് ഉയർന്ന ലെവലിൽ തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട്. അതിൽ 2027 ഫൈനാൻഷ്യൽ മുതൽ ടാക്സ് റേറ്റ് ഇപ്പോൾ ഏകദേശം 17% നിന്ന് നോർമൽ ലെവലായി 25 മുതൽ 26% വരെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് നെറ്റ് പ്രോഫിറ്റിൽ പ്രഷർ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഗ്രോത്ത് ഔട്ട്ലുക്ക് ഇവിടെ സ്ട്രോങ് ആണ്. 2027 ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്തോടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഭാരത് സിറംസ് ആൻഡ് വാക്സിൻസ് പോർട്ട്ഫോളിയോ ആനുവലി 18 മുതൽ 20% ഗ്രോത്ത് നേടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ Q4 FY26 മാൻകൈൻഡ് ഡൊമസ്റ്റിക് സെക്കൻഡറി സെയിൽസ് 8.7% വളർന്നു. അതേസമയത്ത് ഇന്ത്യൻ ഫാർമ മാർക്കറ്റ് 10.7% ഗ്രോത്ത് ഇവിടെ റെക്കോർഡ് ചെയ്തു. അതായത് കമ്പനി മാർക്കറ്റിനേക്കാളും ഏകദേശം 200 ബേസിസ് പോയിന്റ് അണ്ടർ പെർഫോം ചെയ്തു. കമ്പനിയുടെ റവന്യൂവിൽ ഏകദേശം 79% ഡൊമസ്റ്റിക് ഹെൽത്ത് കെയർ ബിസിനസ് എന്ന് വരുന്നതുകൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണിത്. ഇപ്പൊ തെറാപ്പി മിക്സിലും ഒരു റിസ്ക് ഫാക്ടർ ആണ്. ഇപ്പൊ മാൻകൈൻഡ് അക്യൂട്ട് തെറാപ്പി കാറ്റഗറീസിൽ നല്ല എക്സ്പോഷർ ഉണ്ട്. അപ്പം ഈ കാറ്റഗറീസ് സീസണലും വോളറ്റൈലും ആയതുകൊണ്ട് പെർഫോമൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ Q4 FY26 സെയിൽസ് മിക്സിൽ ഏകദേശം 12% കോൺട്രിബ്യൂഷൻ ഉള്ള ആന്റി ഇൻഫെക്റ്റീവ് സെഗ്മെന്റ് ഡിക്ലൈൻ ആയി. അതുപോലെ റെസ്പിറേറ്ററി സെഗ്മെന്റ് ഗ്രോത്തും ഇൻഡസ്ട്രീനേക്കാളും വീക്ക് ആയിരുന്നു. ഇപ്പൊ വാല്യൂഷൻ പ്രീമിയം ലെവലാണ്. മാൻകൈൻഡ് ഇപ്പൊ ഏകദേശം 54x/P-ലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് മിക്ക ഡൈവേഴ്സിഫൈഡ് ഫാർമ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ഹയർ വാല്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ സെഗ്മെന്റ് പെർഫോമൻസ്, ഡിപ്രീസിയേഷൻ കൂടുന്ന, ടാക്സ് റേറ്റ് നോർമലൈസേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ്സ് ആണ്. കാരണം ഇത് മൂന്നും നെറ്റ് പ്രോഫിറ്റിനെ പ്രഷറിലാക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മാർക്കറ്റ് ഇപ്പം തന്നെ കമ്പനിയിൽ നിന്നുള്ള വലിയ ഗ്രോത്ത് എക്സ്പെക്ടേഷൻ പ്രൈസിങ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സെലക്ടഡ് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിയ 5 മീനിങ് കമ്പനീസ്. പക്ഷേ നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിക്കണം, മ്യൂച്വൽ ഫണ്ട് ബൈങ് മാത്രം നോക്കി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ കമ്പനിയുടെയും ബിസിനസ് മോഡൽ, ഫൈനാൻഷ്യൽസ്, ഗ്രോത്ത് ഔട്ട്ലുക്ക്, മെയിൻ റിസ്ക് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ ഇവിടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്താണ്. ഇതൊരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.